എങ്ങോട്ട് പോകുന്നു? അവിടെ ഇരിക്കെ, അവിടെ ഇരിക്കെ. ഹലോ അച്ഛാ, എയർപോർട്ടിൽ നിന്ന് നേരെ ഓഫീസിലേക്ക് വരുന്നോ അത് വീട്ടിലേക്ക് പോകുന്നോ? എന്നാ വീട്ടിലേക്ക് വയ്ക്കും. അവിടെ അച്ഛനെ കാത്ത് പരാതികളുടെ ഒരു കൂമ്പാരം തന്നെ കാത്തിരിപ്പുണ്ടാവും. അത് പരിഹരിച്ചിട്ട് ഇങ്ങോട്ട് ഇറങ്ങിയാൽ മതി. ശരി അച്ഛാ, ഓക്കെ ഓക്കെ, ശരി. അച്ഛൻ തിരിച്ചെത്തി. നേരെ വീട്ടിലേക്ക്, അവിടെ നിന്ന് ഇങ്ങോട്ട്. ആശ്വാസായി. സാറ് വന്നു കഴിഞ്ഞാല് എനിക്കെല്ലാം തുറന്നു പറയാലോ. അതിന് തന്നെ ആരെങ്കിലും കൊന്നോ? എന്നിട്ട് ഈ ഓഫീസിന്റെ അടിയിൽ കുഴിച്ചിട്ടോ? ഇത്ര കാര്യമായിട്ട് തുറന്നു പറയാൻ. കൊന്നു കുഴിച്ചിടണമെന്ന നിർബന്ധമൊന്നുമില്ലല്ലോ. അതിനേക്കാളും വലിയ കാര്യങ്ങളല്ലേ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് നന്ദിനി പറഞ്ഞത് കറക്റ്റ്. കൊലപാതകമൊക്കെ ഇതിനു മുമ്പിൽ എന്ത് ഈസിയാണ്. വിവേകേ, അയാൾ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞു തുടങ്ങുമ്പോ അനാവശ്യമായിട്ട് അതിനെ താൻ സപ്പോർട്ട് ചെയ്യരുത്, കേട്ടല്ലോ. പിന്നെ അതിൽ നിന്ന് എന്റെ ശ്രീമതി മോചനം നേടുന്ന പ്രശ്നമേ ഇല്ല. യതീന്ദ്രൻ സാർ വരുമ്പോ ഞാൻ പറയും, എന്നെ കൊണ്ട് ഈ കസേര ഇരിക്കാൻ വയ്യ, എനിക്ക് ഈ പദവി കൊണ്ട് നടക്കാൻ വയ്യാന്ന്. അല്ല, അപ്പൊ അച്ഛൻ എന്ത് പറയും? തന്നോട് ഇനി മേല ഈ കസേര ഇരിക്കേണ്ടെന്ന് പറയോ? സിഇഒയുടെ പദവി വേണ്ടാന്ന് വെക്കാൻ പറയോ? പറയും. ഈ പദവിയുടെ വലിപ്പം യതീന്ദ്രൻ സാറിന് നന്നായിട്ട് അറിയാലോ. വെറുതെ ഒരു വാശിക്ക് ആരെങ്കിലും കയറ്റിയിരുത്താനുള്ളതല്ല ഇതെന്ന് സാറിന് നന്നായിട്ട് മനസ്സിലാവും. അതെ, ഒരു കാര്യം ഞാൻ പറയാം. അച്ഛൻ വന്നു കഴിഞ്ഞ് അമ്മയുടെ പരാതികളൊക്കെ കേട്ട് കഴിഞ്ഞ് ഇവിടെ വന്ന് തന്നോട് ഈ സീറ്റിൽ നിന്ന് ഇറങ്ങാൻ പറഞ്ഞ ആ നിമിഷം ഈ കമ്പനിന്ന് എന്നേക്കുമായിട്ട് ഞാനും പടിയിറങ്ങും. എന്ത് കഷ്ട സാർ ഇത്. യതീന്ദ്രൻ സാർ ഒരു തീരുമാനം എടുത്താല് അതിനെ ചോദ്യം ചെയ്യാൻ പാടില്ല. എപ്പോഴും സാറിന്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടല്ലേ യതീന്ദ്രൻ സാർ സംസാരിക്കുന്നത്. പിന്നെന്തിനാ അങ്ങനെയൊക്കെ പറയുന്നത്? യതീന്ദ്രൻ സാറ് വരട്ടെ, സാറ് പറയുന്ന എന്താണോ അത് ഞാൻ അനുസരിക്കും. അതിൽ നന്ദിനി പറഞ്ഞതിൽ കാര്യമുണ്ട്. നീ ഒന്നും വേണ്ടായിരുന്നേ. എന്ത് പറഞ്ഞാലും നന്ദിനി പറഞ്ഞാലും കാര്യമുണ്ട്, നന്ദിനി പറഞ്ഞാലും കാര്യമുണ്ട്. എനിക്ക് വേറെ ഒന്നും പറയാനില്ലേ? വിവേകിന് എന്തിനാ വഴക്ക് പറയുന്നത്? പറയുന്ന നല്ല കാര്യമാണെങ്കിൽ ആരും അംഗീകരിക്കും. അച്ഛൻ പറയട്ടെ. പത്മാമേടത്തിന്റെ നാവ് കൊണ്ടാണ് അച്ഛന് സംസാരിക്കാനുള്ളതെങ്കിൽ അച്ഛനോട് സംസാരിക്കേണ്ടത് എങ്ങനെയാണെന്ന് എനിക്കും അറിയാം. എത്രയോ നാളുകളായിട്ട് സാർ ഇവിടെ ഇല്ലാതെ തിരിച്ചു വരുന്നതാ. വന്നാൽ ഉടനെ ഒരു പ്രശ്നം വേണമെന്ന് നിർബന്ധമാണോ? അച്ഛൻ പറയുന്നത് കേട്ട് സ്നേഹമായിട്ട് പെരുമാറണം. അച്ഛനെ ധിക്കരിച്ചുള്ള ഒരു നേട്ടവും വേണ്ട നമുക്ക്. സാറിന് മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറയുന്നൊക്കെ? സാറെന്താ മറുപടി ഒന്നും പറയാത്ത? കേട്ടു. കാണാൻ പോകുന്നത് പറഞ്ഞിരിക്കേണ്ട കാര്യമില്ലല്ലോ. അച്ഛൻ വരുമ്പോ എന്റെ നിലപാട് ഞാൻ അറിയിച്ചോളാം. ഇത്തവണത്തെ യാത്ര ഒരുപാട് വൈകിയല്ലേ ഡാഡി? ഡാഡി ബാഗിങ് തന്നെ. ഞാൻ വെച്ചേക്കാം, ഞാൻ പിടിച്ചോളാം. അയ്യോ, ഇതെന്തു പറ്റി? ഞാൻ വരുമ്പോ സ്വീകരിക്കാൻ രണ്ടുപേരും വഴിയിൽ തന്നെ ഉണ്ടല്ലോ. രണ്ടുപേരും അച്ഛന്റെ ലഗേജ് എടുക്കുന്നു, കാര്യമായ അന്വേഷണങ്ങൾ നടത്തുന്നു. ഞങ്ങള് ഡാഡി തിരിച്ചു വരാൻ വേണ്ടി കാത്തിരിക്കായിരുന്നു. ഇവിടെ എന്തൊക്കെയാ നടന്നെന്ന് ഡാഡിക്ക് അറിയോ? അവളില്ലേ ആ നന്ദിനി, അവളെ ഇപ്പൊ കമ്പനി സിഇഒ. സൂര്യ പോസ്റ്റ് ചെയ്തതാ. മമ്മി ബഹളം വെച്ചിട്ട് പോലും അവ സമ്മതിച്ചില്ല.
ഡാഡി ഇന്ന് തന്നെ അതിനൊരു തീരുമാനം ഉണ്ടാക്കണം. ഏട്ടനെ ഡാഡി ശാസിക്കാറുമില്ല, കാര്യമായിട്ടൊന്നും പറയാറുമില്ല. പക്ഷേ ഇന്ന് അങ്ങനെ ആവാൻ പാടില്ല. മമ്മി നല്ല ചൂടില്ല. മമ്മിയുടെ മനസ്സൊന്ന് തണുപ്പിക്കാൻ ഡാഡിയെ കൊണ്ടേ പറ്റൂ. ഞാനൊന്ന് അകത്തോട്ട് കേറട്ടെ മക്കളെ, എന്നിട്ടാവാലോ ബാക്കി. ഡാഡി വാ, ബാഗ് ഞാൻ എടുത്തോളാം. അങ്കിൾ സുഖാണല്ലോ? വിജയ്, കാര്യങ്ങളൊക്കെ പത്മ എന്നോട് പറഞ്ഞു. ഓഫീസിലെ കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് പോകുന്നുണ്ടല്ലോ അല്ലേ? ഓഫീസ് കാര്യങ്ങളൊന്നും ഞാൻ അറിയാറില്ല അങ്കിൾ. പ്രോജക്ട് മാനേജർ എന്ന് ഒരു സ്ഥാനത്ത് തന്നെ ഇരുത്തിയിട്ടുണ്ട്. പക്ഷേ ഈ വീട്ടിൽ രാജുവിന് അറിയുന്ന ഓഫീസ് കാര്യങ്ങൾ പോലും എനിക്കറിയില്ല. എന്നെ അവഗണിക്കുന്നതിനെ അറിയുന്നത് പ്രത്യേകം എടുക്കാണല്ലോ. പരാതികളുടെ കുത്തൊഴുക്കാണല്ലോ രാവിലെ തന്നെ. എന്താ പരാതി കേൾക്കാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടോ? എടോ, ഒരു ബുദ്ധിമുട്ടുമില്ല. പക്ഷേ കുറച്ചു ദിവസം സ്ഥലത്തില്ലാതിരുന്ന ഒരാൾ തിരിച്ചെത്തുമ്പോ പോയ കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ടായിരുന്നു, യാത്ര എങ്ങനെയുണ്ടായിരുന്നു എന്നൊക്കെ സാമാന്യ നിലയിലുള്ള ചില ചോദ്യങ്ങളുണ്ട്. ഇക്കൂട്ടത്തിൽ ആരും അതൊന്നും ചോദിച്ചു കണ്ടില്ല. നമ്മള് ദിവസേന ഫോണിൽ സംസാരിച്ചിരുന്നല്ലോ. എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് സംസാരിച്ചിട്ടുണ്ട്. പിന്നെ എന്തിനാ അത്തരം ചോദ്യങ്ങളൊക്കെ? അറിയിക്കേണ്ട കാര്യങ്ങളുണ്ടെങ്കിൽ അതാദ്യം പറയും, അത് സ്വാഭാവികം. എങ്കിലും നിങ്ങൾക്ക് പറയാനുള്ളതൊക്കെ അങ്ങ് പറ. എനിക്കിനി നമ്മുടെ കമ്പനി ഓഫീസിൽ പോവാനാവില്ല. കമ്പനി CEO പോസ്റ്റിൽ ഇരിക്കുന്നത് ആരാന്നറിയാലോ? ഇവിടത്തെ വേലക്കാരി.